കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല ദിവസം കൂടെ കർത്താവ് നമുക്ക് തന്നതിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരിക്കുന്നത് കുറുപ്പുംപടിയിൽ നിന്നും ആൻസിയാണ്. സിസ്റ്റർ നമ്മളോട് കർത്താവ് ചെയ്ത ഒരു അത്ഭുത സാക്ഷ്യമാണ് പങ്കുവെക്കുന്നത്. സിസ്റ്റർ പറയുന്നത് ഇന്നത്തെ ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരിക്കുന്നത് തൻ്റെ കൊച്ചുമകൾ മിഷേലിനെ കർത്താവ് മരണത്തിൽ നിന്നും ജീവനിലേക്ക് കൊണ്ടുവന്നതിൻ്റെ അത്ഭുത സൗഖ്യം ലഭിച്ചതിൻ്റെ നന്ദി സൂചകമായിട്ടാണ് ഇന്നത്തെ ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരിക്കുന്നതെന്നാണ്. മകൾക്ക് കർത്താവ് കൊടുത്ത സൗഖ്യത്തിനായി, വിടുതലിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. സിസ്റ്റർ നമ്മളോട് പറഞ്ഞിരിക്കുന്ന പ്രാർത്ഥനാ വിഷയം എന്ന് പറഞ്ഞാൽ തൻ്റെ മൂത്ത മകൾക്ക് PSC വഴി അനുഗ്രഹിക്കപ്പെട്ട ഒരു ജോലി ലഭിക്കണം, അതുപോലെ തന്നെ മകളുടെ വിവാഹവും നടക്കണം. നമുക്കൊരു നിമിഷം കുടുംബത്തിനായി പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, സിസ്റ്ററേയും കുടുംബത്തെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവെ, അവിടുന്ന് ഈ കുടുംബത്തിന് പകർന്ന വിടുതലിനായി നന്ദി പറയുന്നു കർത്താവെ. അങ്ങേ സ്തുതിക്കുന്നപ്പാ. താങ്ക് യു ജീസസ്. കർത്താവെ, മൂത്ത മകളെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, മകൾക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു വിവാഹം നടക്കട്ടെ അപ്പാ. അതിനോടൊപ്പം തന്നെ കർത്താവെ, PSC വഴി ഒരു ജോലി ലഭിക്കാനാണ് ഈ കുടുംബം ആഗ്രഹിക്കുന്നത്. എൻ്റെ ദൈവത്തിൻ്റെ പ്രവൃത്തി ഈ കുടുംബത്തിൽ ഉണ്ടാവട്ടെ അപ്പാ. അവർ ആഗ്രഹിക്കുന്ന വിധത്തിലൊരു നന്മ അവർക്ക് വെളിപ്പെടട്ടെ അപ്പാ. താങ്ക് യു ജീസസ്. താങ്ക് യു ജീസസ്. അവിടുത്തെ പ്രവൃത്തിക്കായി നന്ദി പറയുന്നു. സ്വർഗീയ പിതാവേ, അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത്തെ ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്ത ഈ കുടുംബത്തോളം നന്ദി അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേട്ട മെസ്സേജിൻ്റെ തുടർച്ചയായ ഭാഗമാണ് ഇന്ന് നമ്മൾ കേൾക്കാനായി പോകുന്നത്. പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത്, പരിശുദ്ധാത്മാവ് ഏത് വിധേനയാണ് നമ്മളെ സഹായിക്കുന്നതെന്നാണ്. നമുക്ക് ആ മെസ്സേജിലേക്ക് പോകാം. ശ്രദ്ധയോടെ കേട്ടാട്ടെ. യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിക്കണം, യേശു തന്നെ ദൈവമെന്ന് തെളിയിക്കണം. യേശുവിൻ്റെ ആത്മാവ് നിന്റെ മേൽ വന്നു കഴിഞ്ഞാൽ നീ ആളുമാറിയവനെ പോലെ ആകുമെന്ന് മാത്രമല്ല, ക്രിസ്തു യേശു തന്നെ ദൈവമെന്ന് തെളിയിക്കും. ഈ കാലഘട്ടം നിങ്ങൾ കണ്ടോ? യേശുവാണ് ദൈവമെന്നും മറ്റൊരുവരിലും രക്ഷയില്ല, രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമമില്ല എന്ന് തെളിയിക്കുന്ന ശുശ്രൂഷകർ എഴുന്നേൽക്കുന്നു. ഐ ബിലീവ് ഐ എം ഗെറ്റ് ഇൻസൈഡ്. ഞാൻ അതിനകത്ത് കയറിയെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ലോകത്തോട് ചോദ്യം ചോദിക്കുന്ന, വ്യക്തികളോട് ചോദ്യം ചോദിക്കുന്ന, സാഹചര്യങ്ങൾ എന്താ ഇങ്ങനെ സംഭവിക്കുന്ന ചോദ്യം ചോദിക്കുന്ന ആളുകളോട് ക്രിസ്തു തന്നെ ദൈവമെന്ന് തെളിയിക്കുന്ന വിധത്തിൽ ആത്മശക്തിയുമായി ഒരു ജനം എഴുന്നേൽക്കുന്നു. അവർ നടക്കുമ്പോൾ അസാധാരണതയുണ്ടാകും, അവർ നിൽക്കുമ്പോൾ അസാധാരണതയുണ്ടാകും, അവർ സംസാരിക്കുമ്പോൾ അസാധാരണതയുണ്ടാകും. ദൈവത്തിൻ്റെ പ്രവർത്തികൾ അവരുടെ മേൽ വ്യാപരിക്കും. കരങ്ങൾ അടിച്ചു കർത്താവിനെ സ്തുതിച്ചാട്ടെ. അഭിഷേകത്തിന്റെ നിറവിനായി സ്തോത്രമപ്പ, കൃപയുടെ നിറവിനായി സ്തോത്രമപ്പ. കരങ്ങളെ അടിച്ചൊരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇത് ചിലർക്ക് മനസ്സിലാകുന്നുണ്ട് കേട്ടോ. എൻ്റെ കൂടെ ഈ റൂമിനകത്ത് കുറച്ച് പേരൊക്കെ ഉണ്ട്. അത് ആത്മാവ് ചലിക്കുമ്പോൾ അവർ എഴുന്നേൽക്കുന്നവരൊക്കെയാ. പക്ഷെ എൻ്റെ അകത്തൊരു കാര്യം പറയാം. ഈ വേർഡ് കേട്ടോണ്ടിരുന്ന, ഹൃദയത്തിൽ നിന്ന് കേട്ടോണ്ടിരുന്ന ചിലരെ എനിക്കറിയാം, എൻ്റെ ആത്മാവിൽ അറിയാം. അവരുടെ അകത്തെ ചിലതിന്ന് ദൈവം ചെയ്തിട്ടുണ്ട്. അവരെ കൊണ്ട് ചിലത് ദൈവം ചെയ്യിപ്പിക്കാൻ തുടങ്ങുകയാണ്. അസാധാരണമായത്, ഇതുവരെ കണ്ടിട്ടില്ലാത്തതിനെ ദൈവം ചെയ്യിക്കാൻ പോവുകയാണ്. ക്രിസ്തു യേശു കർത്താവെന്ന് തെളിയിക്കുവാൻ നിങ്ങൾ എൻ്റെ യേശുവിന് ആവശ്യമാ. നീ ആളുമാറുകയാണ്. എന്നെ ഒരു പേര് കാണിക്കുക, സനോജ് എന്നൊരു പേര് കാണിക്കുകയാണ്. സനോജ്, ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ എഴുതി കാണുന്നത്. സനോജ്, നീ എവിടെയാണോ ഇരിക്കുന്നത്, നിന്റെ മേലൊരു അസാധാരണമായ ശക്തി വരികയാ. നീ ആളുമാറിയവനെ പോലെ എഴുന്നേറ്റ് പ്രകാശിക്കാൻ പോകുകയാ. വണ്ടർഫുൾ ജീസസ്. നമുക്കൊരു വാക്യം കൂടെ എടുക്കാം. പത്രോസിന്റെ അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് വരാം. 4-ാം അധ്യായം എടുക്കാം. 13-ാമത്തെ വാക്യം വായിക്കാം. അവർ പത്രോസിന്റെയും യോഹന്നാന്റെയും ധൈര്യം കാണുകയാലും. പത്രോസിന്റെ മേൽ ദൈവശക്തി വ്യാപരിച്ചു കേട്ടോ. ആരാ പത്രോസ്? മീൻപിടുത്തക്കാരനായിരുന്നു. ലോകത്തിലെ ആളുകളെ പേടിച്ച് വാതിലടച്ച് പേടിച്ചകത്ത് കയറിയിരുന്ന പത്രോസ്. പക്ഷേ ഇപ്പോൾ സദൂക്യരുടെ മുമ്പിൽ, പരീശന്മാരുടെ നടുവിൽ, ജനത്തിന്റെ നടുവിൽ എഴുന്നേറ്റ് നിൽക്കുകയാ. എന്നിട്ട് അവർ തന്നെ ഇവരെ കുറിച്ചൊരു സാക്ഷ്യം പറയുക. അവർ പത്രോസിന്റെയും യോഹന്നാന്റെയും
ധൈര്യം കാണുകയാലും ഇവർ പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ മനുഷ്യരെന്ന് ഗ്രഹിക്കുകയാലും ആശ്ചര്യപ്പെട്ടു. ഇതാണ് ആളുമാറിയാലുള്ള ഗുണം. പരിശുദ്ധാത്മാവ് വന്നാലുള്ള പ്രത്യേകത. പരിശുദ്ധാത്മാവരുടെ മേൽ വ്യാപരിച്ചാൽ അവരുടെ മേലൊരു അസാധാരണ ധൈര്യം വരും. ഞാനൊരു ദൂത് പറയട്ടെ നിങ്ങളോട്. ഇതാ ധൈര്യശാലികൾ, പത്രോസിനെ പോലെ എഴുന്നേറ്റ് പ്രകാശിക്കുന്ന ധൈര്യശാലികൾ യേശുവിൻ നാമത്തിൽ എഴുന്നേൽക്കുകയാണ്. പത്രോസിനെ പോലെ ധൈര്യശാലികളായ ആളുകൾ എഴുന്നേൽക്കാൻ പോകുന്നു. സാമാന്യമാരായ ജനം. ഞാൻ നിങ്ങളോടൊരു ദൂത് കൂടെ പറയാം. പരിശുദ്ധാത്മ ഇന്ന് രാവിലെ ഞാൻ ആ വചനം എഴുതുമ്പോൾ, ഇന്നത്തെ മെസ്സേജിന് വേണ്ടി പ്രിപ്പയർഡ് ആകുമ്പോൾ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, സുശേഷകന്മാർ, ഇടയന്മാർ, ഉപദേശകന്മാർ, ഈ 5 ഗ്രൂപ്പിലല്ലാത്തൊരു ഗ്രൂപ്പുണ്ട്. അവരുടെ പേര് സാധാരണ വിശ്വാസികളെന്ന്. ഞാൻ നിങ്ങളോടൊരു ആലോചന പറയട്ടെ. ഈ ലോക്ക്ഡൗൺ കാലം കഴിയുമ്പോൾ ഇനി ഉണ്ടാകാൻ പോകുന്ന ഉണർവ് സാധാരണക്കാരിലൂടെ അസാധാരണമായത് ദൈവം ചെയ്തെടുത്ത് തൻ്റെ രാജ്യത്തിൻ്റെ പ്രവൃത്തിയെ ഫുൾഫിൽ ചെയ്യും. എന്നെ കേൾക്കുന്ന വിശ്വാസിയെ, നിന്നോട് ദൂത്. സാധാരണക്കാരനായിരിക്കാം നീ. ഒരുപക്ഷെ മീൻപിടുത്തക്കാരനായിരിക്കാം, ഒരുപക്ഷെ നീ ഡോക്ടറായിരിക്കാം, ഒരുപക്ഷെ നീ റോട്ടിൽ കുപ്പ പറക്കുന്നയാളാകാം, അല്ല ഒരുപക്ഷെ നീ ഒരു തൂപ്പുകാരനാകാം. പക്ഷെ ഞാൻ നിന്നോടൊരു ദൂത് പറയാം. സാധാരണക്കാർ അസാധാരണമായ ധൈര്യം പ്രാപിച്ച് ഈ 2020 മുതൽ 2026 വരെയുള്ള കാലഘട്ടത്തിൽ ദൈവം ജനത്തെ എഴുന്നേൽപ്പിക്കും. ഇനി നടക്കാൻ പോകുന്ന ഉണർവ് സാധാരണക്കാരുടെ കൈകളിൽ നടന്നതാണ്. ഞാനൊരു ദൂത് പറയട്ടെ. തെരുവുകളിൽ അത്ഭുതങ്ങൾ നടക്കും, ചായക്കടകളിൽ അത്ഭുതം നടക്കും, തട്ടുകടകളിൽ അത്ഭുതം നടക്കും. അങ്ങ് ചർച്ചിൽ വരേണ്ട അത്ഭുതത്തിനായി ചായക്കടയിൽ പരസ്പരം പ്രാർത്ഥിക്കുമ്പോൾ ആളുകൾ അത്ഭുതം അനുഭവിക്കും. കോഫി ഷോപ്പുകളിൽ അത്ഭുതം നടക്കും, ലോഡ്ജുകളിൽ അത്ഭുതം നടക്കും. സാധാരണക്കാർ അസാധാരണമായത് ചെയ്യുന്ന ദിവസം എഴുന്നേൽക്കുന്നു. വിശ്വസിക്കുന്നവർ കൈയടിച്ചൊരു ഹല്ലേലൂയ പറയാം, ശബ്ദമുയർത്തി ഹല്ലേലൂയ പറയാം. പത്രോസ് ആരായിരുന്നു? വേദപുസ്തകം പറയുക, മത്തായി സുവിശേഷം 26-ാം അധ്യായം 69 മുതലുള്ള വാക്യങ്ങൾ. ഒരു ബാലിക്കാരി സ്ത്രീയുടെ മുമ്പിൽ തലകുനിഞ്ഞ് എനിക്ക് എൻ്റെ യേശുവിനെ അറിയത്തില്ലെന്ന് പറഞ്ഞവനാ. പക്ഷേ ഇപ്പോൾ പത്രോസ് ആരാന്നറിയോ? നടുനിവർത്തിയിട്ട് ധൈര്യപൂർവ്വം പറയുന്നവനാ. ഇതാ 3000-ഓളം പേര് സ്നാനപ്പെട്ടൊരു സംഭവം നമുക്ക് കാണാം. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ പരിശുദ്ധാത്മാവരുടെ മേൽ വന്നു. യഹൂദയിൽ പാർക്കുന്ന സകലരും, യെരൂശലേമിലുള്ള സകലരും ആ കെട്ടിടത്തിന് ചുറ്റും ഓടിക്കൂടി. അവർ പറയാൻ തുടങ്ങി, ഇവർ പുതുവീഞ്ഞു കുടിച്ചിരിക്കുകയാണ്. പക്ഷേ അവരുടെ നടുവിൽ പത്രോസ് എഴുന്നേറ്റ് നിന്നു. സാമാന്യ ജനം എഴുന്നേറ്റ് നിൽക്കാൻ പോകുന്നു. സാധാരണ ജനം ധൈര്യം പ്രാപിക്കാൻ പോകുന്നു. സാധാരണ ജനം അസാധാരണമായ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു. അതാണ് ഇനി വരാൻ പോകുന്ന ഉണർവ്. Can I repeat it? സാധാരണ ജനം എഴുന്നേറ്റ് നിൽക്കാൻ പോകുന്നു. സാധാരണ ജനം അസാധാരണമായ അനുഭവങ്ങൾ പ്രാപിക്കാൻ പോകുന്നു. സാധാരണ ജനം സൂപ്പർ നാച്ചുറലുകൾ ചെയ്യാൻ പോകുന്നു. അതാണ് ഈ ദിവസങ്ങളിൽ നടക്കാൻ പോകുന്നത്. ആരെങ്കിലും അതിനെ ആഗ്രഹിക്കുന്നവരുണ്ടോ? ഇന്ന് പകൽ എന്നെ കേൾക്കുമ്പോൾ, യൂട്യൂബിൽ ഇപ്പോൾ അല്ല പിന്നീട് എന്നെ കേൾക്കുമ്പോൾ ആരെങ്കിലും അത് ആഗ്രഹിക്കുന്നവരുണ്ടോ? ഒന്ന് എഴുന്നേറ്റ് നിന്നേ, ആത്മാവിൽ ഒന്ന് കൈയടിച്ച് എന്നിട്ട് പറഞ്ഞ്, ഞാനൊരു സാധാരണ വ്യക്തിയാ, പക്ഷേ കർത്താവേ എനിക്ക് അസാധാരണമായ കാര്യങ്ങൾ ചെയ്യണം. നിങ്ങളുടെ മേലൊരു അഭിഷേകം വരാൻ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇതുവരെ ഇല്ലാത്ത ധൈര്യം നിങ്ങളുടെ മേൽ വരാൻ പ്രാർത്ഥിക്കുകയാണ്. യേശു തന്നെ ദൈവമെന്ന് തെളിയിക്കുവാൻ നിങ്ങളുടെ മേലൊരു അഭിഷേകത്തിന് ശക്തി ഇറങ്ങാൻ പ്രാർത്ഥിക്കുകയാണ്. ഫാദർ, എന്നെ കേൾക്കുന്ന സാധാരണ ജനമുണ്ട്. സാധാരണ ജനം. ഒന്നിനും കഴിവില്ല, ഒന്നിനും അറിവില്ല, മീൻപിടുത്തക്കാരായവർ, പഠിപ്പില്ലാത്തവർ. കർത്താവേ, ആ ജനത്തെ നോക്കി ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു. അവർ സാധാരണമായി അസാധാരണമായി പ്രയോജനപ്പെടട്ടെ. പഠിപ്പില്ല കർത്താവേ, അറിവില്ല കർത്താവേ, കഴിവില്ല കർത്താവേ എന്ന് സ്വയം പറഞ്ഞിരിക്കുന്നവരുടെ മേൽ ഇപ്പോൾ നിന്റെ ശക്തി വ്യാപരിക്കട്ടെ, നിന്റെ അഭിഷേകം വ്യാപരിക്കട്ടെ, നിന്റെ കൃപ വ്യാപരിക്കട്ടെ. റൈറ്റ് നൗ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സാമാന്യ ജനം അസാധാരണ കാര്യം ചെയ്യും. സാമാന്യ ജനം ധൈര്യം പ്രാപിക്കും. പഠിപ്പില്ലാത്തവർ ജ്ഞാനികളുടെ മുമ്പിൽ
പ്രസംഗിക്കും. അറിവില്ലാത്തവർ ജ്ഞാനികളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കും. ഇവർ ഇങ്ങനെ എങ്ങനെ ആയെന്ന് ആളുകൾ ആശ്ചര്യം പറയും. ഇവരെങ്ങനെ എത്തിയെന്ന് സ്വയം ജനം ചോദിക്കും. ആ വിധത്തിൽ ഒരു ഉണർവ് വരാൻ പോകുന്നു. കോവിഡ് അവസാനിക്കുന്നത് നാശത്തിലും തകർച്ചയിലും അല്ല, ഒരു വലിയ ഉണർവ്. സാധാരണ ജനത്തിന്റെ ഇടയിൽ ഒരു വലിയ ഉണർവ്, സാധാരണക്കാരുടെ ഇടയിൽ ഒരു വലിയ ഉണർവ്. അതത്ര ഇന്നത്തെ ദൂത്. സൈന്യത്താലെയല്ല, ശക്തിയാലെയല്ല, ദൈവത്തിന്റെ ആത്മശക്തിയാലത്രേ. സൈന്യത്താലെയല്ല, ശക്തിയാലെയല്ല, ദൈവത്തിന്റെ ആത്മശക്തിയാലത്രേ. ആർത്തുപാടി സ്തുതിക്കാം, ഹല്ലേലൂയ പാടാം, യേശുവേ കല്ലു കയറ്റാം, ദൈവസഭ പണിയാം. ആർത്തുപാടി സ്തുതിക്കാം, ഹല്ലേലൂയ പാടാം, ആടിക്കല്ലു കയറ്റാം, ദൈവസഭ പണിയാം. ചലിക്കുന്ന എല്ലാ പ്രാണികളും ഇന്ന് ചലനമുണ്ടാക്കി ജീവൻ പ്രാപിപ്പാൻ. ചലിക്കുന്ന എല്ലാ പ്രാണികളും ഇന്ന് ചലനമുണ്ടാക്കി ജീവൻ പ്രാപിപ്പാൻ. ചൈതന്യം നൽകണം, നവജീവൻ വേണം, നിത്യതയിലെത്തി ആശ്വസിച്ച്. ചിലർ ചൈതന്യം പ്രാപിക്കട്ടെ, ചിലർ ബലം പ്രാപിക്കട്ടെ, ചിലർ ശക്തി പ്രാപിക്കട്ടെ, ചിലർ അഭിഷേകം പ്രാപിക്കട്ടെ, ദൈവകൃപ പ്രാപിക്കട്ടെ. പരിശുദ്ധ ആത്മാവിന്റെ നിറവ്, ആത്മാവിന്റെ നിറവ്, ആത്മാവിന്റെ നിറവ്, അഭിഷേകത്തിന്റെ നിറവ്. റിസീവ്, 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 റിസീവ്. സൈന്യത്താലെയല്ല, ശക്തിയാലെയല്ല, ദൈവത്തിന്റെ ആത്മാശക്തിയാലത്രേ. എന്റെ ഈ ഹോളിനകത്ത് പരിശുദ്ധാത്മാവിന്റെ വലിയൊരു നിറവ് കാണാം. നിങ്ങളുടെ മുറിയിൽ അത് ഇറങ്ങുക ഇപ്പോൾ. റിസീവ്. ആള് മാറട്ടെ, ആളുകൾ രൂപാന്തരപ്പെടട്ടെ, ആള് മാറട്ടെ. ചിലരുടെ വീട്ടിനകത്ത് കുഞ്ഞുങ്ങളെ മാറ്റുന്ന, കുടുംബങ്ങളെ മാറ്റുന്ന ദൈവശക്തി ആവരിക്കുകയാ. പരിശുദ്ധാത്മാവ് വന്നാൽ പ്രവചിക്കും, പരിശുദ്ധാത്മാവ് വന്നാൽ ആള് മാറും. എങ്കിൽ ഇപ്പോൾ പ്രവചിക്കേ, ഇപ്പോൾ ആള് മാറാ, ആ ആത്മശക്തി അനുഭവിക്കട്ടെ. യെസ്. ഞാൻ ഇവിടെ അനുഭവിക്കുന്ന ആത്മശക്തി ചിലരുടെ വീട്ടിനകത്ത്, ചിലരുടെ റൂമിനകത്ത്, ചിലരുടെ ബെഡ്റൂമിനകത്ത്, എൻ്റെ ഈ മുറിക്കകത്ത് എനിക്കറിയാവുന്നൊരു ആത്മശക്തിയുണ്ട്. ഒന്നും കൂടെ പറയട്ടെ, സാമാന്യ ജനം അസാധാരണ കാര്യം ചെയ്യും, സാമാന്യ ജനം സൂപ്പർ നാച്ചുറലുകൾ ചെയ്യും. സാധാരണ പഠിപ്പില്ലാത്ത ആളുകളെ അതിശയിപ്പിക്കും, വിസ്മയിപ്പിക്കുന്ന ഒരു ദൈവശക്തി നിങ്ങളിൽ വെളിപ്പെട്ട് വരും. നിങ്ങളിൽ പലരും പ്രവചിക്കും, നിങ്ങളിൽ പലരും രോഗികളെ സൗഖ്യമാക്കും. സാമാന്യ ജനത്തിലൂടെ യേശു കർത്താവെന്ന് തെളിയപ്പെടും. അതാണ് ഉണർവ്. ആ ഉണർവാണ് വരുന്നത്. ഹല്ലേലൂയ. ഒരു ചിന്ത കൂടെ പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ ഷോർട്ടായിട്ട് അതൊന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാൻ ശ്രമിക്കാം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് വന്നാൽ യു വിൽ റിസീവ് ദ പവർ ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ ശക്തി നിങ്ങളുടെ മേൽ വരും. ഞാനൊരു വാചകം വായിക്കട്ടെ. അപ്പോസ്തല പ്രവൃത്തി 1:8. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം നിങ്ങൾ എൻ്റെ സാക്ഷികളാകും. ഇതാ സാക്ഷികളുടെ ഒരു വലിയ കൂട്ടം എഴുന്നേൽക്കാൻ പോകുന്നു. കാരണം പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വ്യക്തികളിൽ വ്യാപരിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 10:38. നസ്രാനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതിനാൽ നന്മ ചെയ്തും കൊണ്ട്, ദൈവം അവനോട് കൂടിയിരുന്നു കൊണ്ട് നന്മ ചെയ്തു, ഭൂതങ്ങളെ പുറത്താക്കി. സൗരങ്ങളെ, പരിശുദ്ധാത്മാവ് വരുമ്പോൾ ശക്തി വ്യാപരിക്കും. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ചർച്ചിലെ സഹോദരന്മാരോട് എപ്പോഴും സംസാരിക്കുമ്പോൾ ഞാൻ ഇങ്ങനൊരു വാചകം പറഞ്ഞു. ഹല്ലേലൂയ. ഫറവോൻ മിസ്രയീമിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ വിടുന്നില്ല. ആ സമയത്ത് ദൈവം മോശയോടൊരു വാചകം പറഞ്ഞു, എൻ്റെ കൈ നീട്ടി വീരപ്രവർത്തികളാലും അത്ഭുതങ്ങളാലും അല്ലാതെ ഈ ഫറവോൻ ജനത്തെ വിടത്തില്ല. ഫ്രം മൈ ഹാർട്ട് ഐ എം സ്പീക്കിംഗ്. ഇതുവരെ ലോകം കണ്ടിട്ടില്ലാത്ത ഉണർവ്. ദാറ്റ്സ് വാട്ട് ഐ ബിലീവ്. ആ ഉണർവ് രാജ്യത്തിൻ്റെ മേൽ ചലിക്കുന്നത് ദൈവത്തിൻ്റെ ശക്തിയാലായിരിക്കും.
ഫറവോൻ തൻ്റെ ജനത്തെ വിട്ടയക്കും. ഫാദർ, ഞാൻ എൻ്റെ ജീവിതത്തെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നപ്പാ. ഫറവോന്റെ കയ്യിൽ നിന്ന് ഒരു മോശയെ പോലെ തൻ്റെ ജനത്തെ വിടുവിക്കുവാൻ, അവിടുത്തെ ശക്തിയുമായി നടപ്പാൻ കർത്താവേ, ഈ കാണുന്ന ചില കുടുംബങ്ങൾക്കകത്തേക്ക് ചില മോശമാരെഴുന്നേറ്റു വരട്ടെ. അടിമനുഖത്തിൽ നിന്ന് ചിലതിനെ കയ്യോടെ പുറത്തു കൊണ്ടുവരുവാൻ, അടിമനുഖത്തിൽ നിന്ന് ചിലതിനെ എഴുന്നേൽപ്പിക്ക് കൊണ്ടുവരുവാൻ, കുരുടന്മാർക്ക് കാഴ്ചയും ബന്ധിതർക്ക് മോചനവും തടവിലിരിക്കുന്നവർക്ക് സ്വാതന്ത്ര്യവും കൽപ്പിക്കുവാൻ ചിലർ എഴുന്നേറ്റു വരട്ടെ. ദൈവശക്തി വ്യാപരിച്ചാൽ ഞാൻ നിങ്ങളോട് പറയാം, ബന്ധിതർ മോചിക്കപ്പെടും. എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറയാവോ? ഒന്ന്, ശക്തിയില്ല എങ്കിൽ ഫറവോൻ സ്വാതന്ത്ര്യത്തിലേക്ക് തൻ്റെ ജനത്തെ വിടുകയില്ല. ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, ദൈവശക്തിയെ ഇന്ന് ലോകം മുഴുവൻ കേവലമായിട്ടാണ് കാണുന്നത്. എൻ്റെ ഹൃദയത്തിലെ സങ്കടം ഞാൻ പറയട്ടെ, ദൈവമക്കൾ എന്ന് പറയുന്ന ആളുകൾ പോലും ദൈവശക്തിയെ കേവലമായി കാണുന്നവരാ. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ നിങ്ങളോട്. ദൈവമായ കർത്താവ് മോശയെ ദൈവം വേർതിരിച്ചിട്ട് ഫറവോന്റെ അടുക്കലേക്ക് അയക്കാൻ നേരത്ത് 3 അടയാളങ്ങൾ മോശയോട് കർത്താവ് സംസാരിച്ചു. ഒന്നാമത്തെ അടയാളം, നീ ഫറവോന്റെ കൊട്ടാരത്തിൽ ചെല്ലുമ്പോൾ നിന്റെ വടി തറയിലിടണം, അത് പാമ്പാകും. നീ അതിൻ്റെ വാലിൽ പിടിക്കണം, അത് വീണ്ടും വടിയാകും. ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. ഇന്നത്തെ ഇവിടുത്തെ ശുശ്രൂഷകരാരെങ്കിലും തൻ്റെ കയ്യിലിരിക്കുന്ന വടി തറയിലിട്ട് അതിനെ പാമ്പാക്കുകയും ആ പാമ്പിൻ്റെ വാലിൽ പിടിച്ചാൽ തിരിച്ച് അത് വടിയാകുകയും ചെയ്താൽ ഇവിടെയുള്ള ആരെങ്കിലും സമ്മതിക്കുമോ അത് ദൈവത്തിൻ്റെ ശുശ്രൂഷയെന്ന്? നിങ്ങൾ ആരും എന്താ മിണ്ടാതായേ? നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേട്ടെ ഞാൻ പറയുന്നത്. രണ്ടാമത്തെ വാചകം, അവൻ അവൻ്റെ കൈ വസ്ത്രത്തിനകത്തിട്ടു, അവൻ്റെ കയ്യിൽ കുഷ്ഠമുണ്ടായി. വീണ്ടും തിരിച്ചവൻ കൈ അകത്തേക്കിട്ടു, അവൻ പൂർണ്ണ സൗഖ്യമായി. ഒന്ന്, സാത്വിക അധികാരങ്ങളെ വേരോടെ പറിക്കുന്നതാണ് എങ്കിൽ 2 അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും നടക്കുന്ന, സൗഖ്യം നടത്തുന്ന ദൈവപ്രവർത്തി കാണുകയാ. മൂന്നാമതൊരു കാര്യം കൂടെ മോശ ചെയ്യുകയാ. തൻ്റെ കയ്യിലിരുന്ന വെള്ളമെടുത്ത് തെളിച്ചു, അത് രക്തമായി. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, യേശു കർത്താവ് വെള്ളത്തെ വീഞ്ഞാക്കി, നമുക്ക് അതിശയോക്തിയൊന്നുമില്ല. ഞാൻ ഈ ഇരിക്കുന്ന വെള്ളത്തെ വീഞ്ഞാക്കിയാലേ കുഴപ്പമുള്ളൂ. ഞാനിരിക്കുന്ന ഈ വീഞ്ഞ് വെള്ളത്തെ വീഞ്ഞാക്കിയാൽ പ്രശ്നമാണ്. അത് മാജിക്കാണ്, അങ്ങനൊന്നും സംഭവിക്കത്തില്ല, അതൊന്നും സാധ്യമല്ല, അതൊന്നും നടക്കത്തില്ല. മോശ വെള്ളത്തെ വീഞ്ഞാക്കുകയല്ല ചെയ്തത്, വെള്ളത്തെ രക്തമാക്കി. ആ വെള്ളത്തിൻ്റെ രക്തമെടുത്ത് ആളുകൾ കണ്ടെങ്കിൽ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളുടെ ഏതെങ്കിലും ശുശ്രൂഷകൻ വെള്ളത്തെ രക്തമാക്കിയാൽ അവനെ മന്ത്രവാദി എന്ന് വിളിക്കുമോ അതോ ദൈവ ശുശ്രൂഷകൻ എന്ന് വിളിക്കുമോ? ഞാൻ നിങ്ങളോടൊരു ആലോചന പറയാം സഹോദരങ്ങളെ. ഏലീശ തൻ്റെ ഒരു കമ്പ് വെട്ടിയിട്ട് ആ നദിമേൽ എറിഞ്ഞപ്പോ അവിടെ വീണുപോയ ആ മഴു ഉയർന്നു വന്നതുപോലെ ഇതാ ഒരു വലിയ ഉണർവിൻ്റെ കാറ്റടിക്കാൻ പോകുന്നു. ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ ദിവസവും പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി നിങ്ങൾ അനുഭവിക്കുന്നു എന്നാണ്. ഇന്നത്തെ മെസ്സേജും നിങ്ങൾക്ക് അനുഗ്രഹമായി ഞാൻ വിശ്വസിക്കുന്നു. കർത്താവിനോടൊപ്പമാണ് നിങ്ങളായിരിക്കുന്നതെങ്കിൽ, പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയ്ക്കൊത്താണ് നിങ്ങളായിരിക്കുന്നത് എങ്കിൽ അസാധാരണമായ പ്രവൃത്തികൾ നിങ്ങൾ ചെയ്യുവാനിടയായിത്തീരും. സാധാരണക്കാരായ നിങ്ങളെക്കൊണ്ട് കർത്താവ് അസാധാരണമായത് ചെയ്യിപ്പിക്കുമാറാകട്ടെ. നമുക്കിനി ചില സാക്ഷ്യങ്ങൾ കാണാം. ബ്രദറെ, സീരിയൽ നമ്പർ 6 ഡെലിവറൻസ് ക്യാമ്പ്. സിസ്റ്ററിൻ്റെ പേര് അംബിക, കോതമംഗലത്തു നിന്നാണ് വരുന്നത്. കോതമംഗലം. സിസ്റ്റർ പറയുന്നത്, എറണാകുളം മീറ്റിങ്ങിൽ, നമ്മൾ ബ്രദറിൻ്റെ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന സമയത്ത് ബ്രദർ സിസ്റ്ററിനോട് ഇങ്ങോട്ട് ചോദിച്ചു, സിസ്റ്ററിൻ്റെ വയറ്റിൽ എന്തെങ്കിലും പ്രയാസമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു വേദനയുണ്ടെന്ന് പറഞ്ഞു. അപ്പം ബ്രദർ പറഞ്ഞു എന്നാൽ പോയി ടെസ്റ്റ് ചെയ്തിട്ട് വരാൻ പറഞ്ഞു. സിസ്റ്റർ പോയി ടെസ്റ്റ് ചെയ്തപ്പോഴാണ് അറിയുന്നത് യൂട്രസിനകത്തൊരു മുഴയുണ്ട്, അതുപോലെ അൾസറുണ്ട്, വയറിനകത്ത് കുറേ പ്രയാസമുണ്ടെന്ന് അറിഞ്ഞു.
അതിനുശേഷം ഡോക്ടർ പറഞ്ഞു ആ മുഴ ടെസ്റ്റിന് അയക്കണം, ക്യാൻസർ ആണോ എന്ന് സംശയമുണ്ടെന്ന്. അതിനുശേഷം സിസ്റ്റർ വന്ന് ബ്രദറിനെ കണ്ടു പ്രാർത്ഥിച്ചു. വീണ്ടും ചെന്ന് റിസൾട്ട് വാങ്ങിയപ്പോൾ അത് ക്യാൻസറിൻ്റെ സെല്ലുമില്ല, അതുപോലെ മുഴയും അതിൽ കാണാനില്ല. മുഴയും കാണാനില്ല. ആദ്യം മുഴ ഉണ്ടായിരുന്നു. ആദ്യം മുഴ ഉണ്ടായിരുന്നു, പിന്നെ ചെന്നപ്പോൾ മഴയില്ല. മുഴയില്ല. ഞാൻ കളമശ്ശേരിയിലാണ് ഞാൻ ടെസ്റ്റിന് പോയത്. അപ്പോൾ അവർക്കൊന്നും ക്ലിയർ ആവണില്ല. അപ്പോൾ അവർക്ക് സംശയം. അപ്പോൾ എന്നോടൊന്ന് കോട്ടയത്ത് പോയി ചെക്ക് ചെയ്തിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ കോട്ടയത്ത് കൊടുത്തിട്ട് ഒരു മാസം കഴിഞ്ഞ് ചെന്നപ്പോൾ അവിടെ ഡോക്ടർ ഇങ്ങനെ സംഭവം ഇല്ല. ഭർത്താവിനെ വിളിച്ചിട്ട് പറഞ്ഞു ക്യാൻസറൊന്നും ഇല്ല, പേടിക്കേണ്ട, പച്ചക്കറി ധാരാളം കൂട്ടുക, ഇലക്കറി ധാരാളം കൂട്ടുക, വെള്ളം കുടിക്കുക, മൈദ ഇറച്ചിയൊന്നും കഴിക്കും. ഞാൻ എല്ലാം കഴിക്കുന്നുണ്ട്. എന്തൊക്കെ കഴിക്കരുതെന്ന് പറഞ്ഞോ അത് മുഴുവൻ കഴിക്കും. അങ്ങനെ ഡോക്ടർ കഴിക്കരുതെന്ന് പറഞ്ഞതൊക്കെ കഴിക്കത്തക്കവണ്ണം ദൈവം ഈ സിസ്റ്ററിന് ആരോഗ്യം കൊടുത്തു. സൗഖ്യം ഇല്ല എന്ന് പറഞ്ഞെടുത്ത് ദൈവമാണോ സൗഖ്യമാക്കി, അല്ലെങ്കിൽ ജോൺ ബ്രദർ പ്രാർത്ഥിക്കപ്പെടാണോ സിസ്റ്റർ സൗഖ്യമായി? സൗഖ്യപ്പെടുത്താൻ എനിക്ക് ആദ്യം എലിപ്പനിയായിരുന്നു. എലിപ്പനിയിൽ നിന്നും രക്ഷപ്പെടുത്തി, നടുവേനയിൽ നിന്നും രക്ഷപ്പെടുത്തി, ഒരു വണ്ടി ആക്സിഡൻറ്റിൽ നിന്നും രക്ഷപ്പെടുത്തി, ഇപ്പോൾ ഈ അൾസറിൽ നിന്നും രക്ഷപ്പെടുത്തിയിരിക്കുന്നു. സിസ്റ്റർ, ഞാൻ ചോദിച്ചത് ഈ സൗഖ്യങ്ങളൊക്കെ സിസ്റ്റർ ഉണ്ടായത് പ്രാർത്ഥിച്ചപ്പോഴാണെന്ന് സിസ്റ്ററിന് എങ്ങനെയാണ് ബോധ്യമുള്ളത്? ഇത് പ്രാർത്ഥിച്ചപ്പോഴും പ്രാർത്ഥിച്ചപ്പോൾ എന്തോ ഒരു ഒഴുകി ഇറങ്ങി പോകുന്ന പോലെ. ബ്രദർ പ്രാർത്ഥിച്ചപ്പോൾ സിസ്റ്ററിൻ്റെ ദേഹത്തോട് എന്തോ ഒഴുകി ഇറങ്ങി പോകുന്ന പോലെ അങ്ങനെ അനുഭവം ഉണ്ടായി. അന്നേരം മറ്റെന്തെങ്കിലും ഫീൽ ചെയ്തോ? ഒരു തണുപ്പും കുളിരും, എന്തോ ഒരു വെളിച്ചം പോലെയൊക്കെ എനിക്ക് കാണാം. തണുപ്പും കുളിരും വെളിച്ചവും ഒക്കെ സിസ്റ്ററിൻ്റെ ശരീരത്തേക്ക് വരുന്നത് പോലെ അല്ലേ? വരുന്ന പോലെ സിസ്റ്റർ ഫീലായി. അന്നേരം ഈ ബുദ്ധിമുട്ടുകളെല്ലാം അങ്ങ് സൗഖ്യം. സത്യമാണെന്നേ പറയുന്നതൊക്കെ. ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അവിടുത്തെ പ്രവൃത്തിക്കായി നന്ദി പറയുന്നപ്പാ. എന്നോടൊപ്പം ആയിരിക്കുന്ന ഓരോ കുടുംബങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു അപ്പാ. കർത്താവെ, ദൈവത്തിൻ്റെ വചനം അത് ഞങ്ങൾക്ക് ജ്ഞാനമാക്കുന്നു അപ്പാ. അത് ഞങ്ങളെ ബോഷത്തരത്തിൽ നിന്നും ജ്ഞാനത്തിലേക്ക് കൊണ്ടുവരുന്നു. ഞങ്ങളുടെ ജീവിതം അത് സമൃദ്ധിയിലേക്കും അനുഗ്രഹത്തിലേക്കും കൊണ്ടുവരുന്നു അപ്പാ. അവിടുത്തെ കൃപയ്ക്കായി നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. കർത്താവെ, എന്നോടൊപ്പം പ്രാർത്ഥിക്കുന്ന കർത്താവെ, വേദനപ്പെട്ടും തളർന്നുമായിരിക്കുന്ന ഓരോ കുടുംബങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, ആ കുടുംബങ്ങൾ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് വരട്ടെ അപ്പാ. താങ്ക് യു ജീസസ്. കർത്താവെ, പഠിക്കുന്ന കുഞ്ഞുങ്ങളെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു, അനുഗ്രഹിക്കുന്നു അപ്പാ. താങ്ക് യു ജീസസ്. അവരുടെ ഭാവിയും വിദ്യാഭ്യാസവും ഒക്കെ അനുഗ്രഹിക്കപ്പെടട്ടെ അപ്പാ. താങ്ക് യു ജീസസ്. കർത്താവെ, ലോകത്തിൻ്റെതായ മോഹങ്ങളിലും പ്രവൃത്തികളിലും അടിമപ്പെട്ടു പോകാതെ കർത്താവിൻ്റെ പൈതലായി ജീവിക്കുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. രോഗികളായിരിക്കുന്നവരെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നപ്പാ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, എൻ്റെ ദൈവത്തിൻ്റെ പ്രവൃത്തി അവരുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ അപ്പാ. കർത്താവെ, ലിവറിന് പ്രയാസമായിരിക്കുന്ന കർത്താവെ വ്യക്തികളെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാവട്ടെ അപ്പാ. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാവട്ടെ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. കർത്താവെ, കിഡ്നിക്ക് പ്രയാസമായിരിക്കുന്ന 15 വയസ്സിൽ താഴെയുള്ള മകളെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, ആ മകൾ സൗഖ്യമാവട്ടെ അപ്പാ. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാവട്ടെ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. കർത്താവെ, ചെവിയിൽ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് പഴുപ്പ് വരുന്നു, അതേ തുടർന്ന് ഇപ്പോൾ ചെവിക്ക് കേൾവിയും കുറയുന്നു എന്ന പ്രയാസത്തോടായിരിക്കുന്ന ആ വ്യക്തി അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, ആ വ്യക്തി പൂർണ്ണ സൗഖ്യത്തിലേക്ക് വരട്ടെ അപ്പാ. അദ്ദേഹത്തിൻ്റെ അവയവങ്ങളൊന്നും കർത്താവെ നഷ്ടമായി പോകരുതേ അപ്പാ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. സ്വർഗീയ പിതാവേ, അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടേനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നാളെ ഇനി കാണുന്നവരെയും കർത്താവ് നമ്മൾ ഓരോരുത്തരെയും അവൻ്റെ കൃപയിൽ സൂക്ഷിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ. ലോകം മുഴുവൻ ദുരന്തങ്ങളിലൂടെ പോകുകയാണ്. വേദനയുടെയും മരണത്തിൻ്റെ ശബ്ദമാണ് ലോകം മുഴുവൻ കേൾക്കുന്നത്. എങ്ങനെ ലോകത്തെ പ്രാർത്ഥനയിൽ സഹായിക്കാം? വേദനിക്കുന്ന ഒരു വ്യക്തിയെ എങ്ങനെ പ്രാർത്ഥനയിലൂടെ സഹായിക്കാം? അതായിരുന്നു ജീസസ് ടൈം എന്ന ഈ പ്രോഗ്രാം ഞങ്ങൾ ചിന്തിച്ചു തുടങ്ങാനുള്ള കാരണം. സഹോദരങ്ങളെ, വിവിധ മീഡിയകളിലൂടെ ഞങ്ങളോട് നിങ്ങൾക്ക് സംസാരിക്കാം. തത്സമയം ഫോണിലൂടെ, വാട്സപ്പ് കോളിലൂടെ ഞങ്ങളെ നിങ്ങൾക്ക് വിളിക്കാം. നിങ്ങളെല്ലാവരുടെയും വിഷയങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഹാർവസ്റ്റ് ടിവിയിൽ രാവിലെ 11 മുതൽ 12:30 വരെ എല്ലാ ദിവസവും, തിങ്കൾ മുതൽ വെള്ളി വരെ കാണാൻ മറക്കരുത്. ബ്ലെസ് യു.